മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 45 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ഈശോയെ പിടിക്കാനായിട്ട് സേവകരെ പറഞ്ഞയച്ചിട്ട് അവർ തിരിച്ചു വരുമ്പോൾ എന്തുകൊണ്ട് അവരെ പിടിച്ചില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവര് പറയുന്നുണ്ട്, അവൻ പറയുന്നതല്ല സത്യമല്ലേ, അവനെ എങ്ങനെ പിടിക്കും? അപ്പോ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിക്കോദേമോസ് അവരോട് ചോദിക്കുകയാണ്, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന്. ഈശോ പറയുന്നത് കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കണം, അല്ലാതെ അവനെ പിടിക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല, നമ്മുടെ നിയമം അനുശാസിക്കുന്നില്ല എന്ന് നിക്കോദേമോസ് പറയുക. അവിടെ പുരോഹിത പ്രമുഖന്മാരുടെ മുൻപിലും ഫരിസേയരുടെ മുൻപിലും ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് നിക്കോദേമോസാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാനായിട്ടും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരും. ഈശോയുടെ മക്കളെന്ന് നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ, ഈശോയുടെ തിരുമുൻപിൽ നമ്മൾ ഓരോരുത്തരും നിന്ന് നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെ നമ്മൾ ഓരോരുത്തരും വിളിക്കുമ്പോൾ, ക്രൈസ്തവരെന്ന് നമ്മൾ വിളിക്കപ്പെടുമ്പോൾ നമ്മുടെ ദൗത്യം ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ വാക്ക് ഈശോയുടെ വാക്കായിട്ട് മാറണം. നമ്മുടെ പ്രവർത്തനങ്ങള് ഈശോയുടെ പ്രവർത്തനങ്ങളായിട്ട് മാറണം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ വാക്കിനെയും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. നമ്മൾ പറയുന്ന കാര്യങ്ങള് ഈശോയ്ക്ക് വേണ്ടിയുള്ള സാക്ഷ്യത്തിനുള്ള കാര്യങ്ങളാണ്. നമ്മുടെ വാക്കുകൾക്ക് സത്യമുണ്ടാകുമ്പോൾ, നമ്മുടെ വാക്കുകളിൽ നന്മയുണ്ടാകുമ്പോൾ അത് ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിട്ട് മാറുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചോ നമ്മുടെ തോന്നലുകൾക്കനുസരിച്ചോ അല്ല നമ്മൾ ഓരോരുത്തരും സംസാരിക്കേണ്ടത്. നമ്മുടെ തോന്നലുകൾക്കനുസരിച്ചും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഈശോയുടെ വാക്കുകളായിട്ട് മാറുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വാക്കുകളിൽ സത്യമുണ്ടാവണം, നമ്മുടെ വാക്കുകളിൽ നന്മയുണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങള്, ആ പ്രവർത്തനങ്ങള് ഈശോയുടെ പ്രവർത്തനങ്ങളായിട്ട് മാറണം. വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രവർത്തനങ്ങളെങ്കിൽ, മറ്റുള്ളവർക്ക് നന്മ നൽകുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രവർത്തനങ്ങളെങ്കിൽ, സ്വാർത്ഥതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, അത് ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വാക്കും പ്രവർത്തനങ്ങളും ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈശോയുള്ള ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടാവണം, ഈശോയിലുള്ള പ്രത്യാശ നമുക്കുണ്ടാവണം. ഈശോ പറയുന്നത് പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്പോഴാണ് ഈശോയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ നിൽക്കാനും, ഈശോയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ സംസാരിക്കാനും, ഈശോയുടെ സാക്ഷികളായി തീരാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈശോയുടെ സാക്ഷികള്, ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവര്, ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചോ ജീവിതത്തിന്റെ ഇല്ലായ്മകളെ കുറിച്ചോ നമ്മൾ ആരും ആകുലപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുക. ഈശോ നമ്മുടേതായ കാര്യങ്ങളിൽ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി നമ്മുടെ അധ്വാനങ്ങളില്, നമ്മുടെ പ്രവർത്തനങ്ങളില്, നമ്മുടെ കുടുംബത്തില് ഈശോ നിൽക്കും. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ സഹായിക്കണമേ.
കർത്താവെ, ഈ ദിവസത്തെ ഇവരുടെ എല്ലാ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും സമർപ്പിക്കുന്നു. ഈ ദിവസത്തിലെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരുടെ ഭവനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഈശോയെ, ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെ നാരകീയ ശക്തിയിലും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.